അപ്പോൾ ഇത് വിക്കിത്തക്കിന്റെ ഫാൻസ് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഇട്ട ഓരോരോ കമന്റുകളാണ് ഗൈസ്. സോ എനിക്ക് ഇതേപോലെ തിരിച്ചു തെറി പറയാൻ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ ഏതൊക്കെ പട്ടിത്തിട്ടും തെറികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഓക്കെ, ഇമാതിരി തെറി പറഞ്ഞാൽ തിരിച്ച് തെറി പറഞ്ഞ് പിന്നെയും തെറി പറഞ്ഞ് അങ്ങനെ കണ്ടന്റ് ക്രിയേഷനിൽ വലിയൊരു കൂടി തെറി പറഞ്ഞ് അതൊരു ഭയങ്കര ചീപ്പായിട്ടുള്ള കാര്യമാണ്. അമ്മാതിരി ഗുണം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റീച്ച് കാണിക്കാൻ വേണ്ടി കുറെ ഗുണങ്ങൾ കാണിക്കാം. നമുക്കറിയാം ഓൾറെഡി ഒരു 2 തെറി പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിലും മിനിമം വിവരം വേണം. അത് വിക്കിത്തക്കിന്റെ ഫാൻസിന് ഇല്ല. കാരണം അവന്മാര് കഞ്ചാവാണ്, വിക്കിത്തക്കും വിക്കിയുടെ ലഹരിയുമായുള്ള വരവ് മനസ്സിലാക്കി എക്സൈസ് ഇന്റലിജൻസ് വാഹനം കൈകാണിച്ചെങ്കിലും നിർത്താതെ പാഞ്ഞു. പാലക്കാട് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് ചന്ദ്രനഗറിലിട്ട് വിക്കിയെയും സുഹൃത്തിനെയും പിടികൂടി. അടിയിൽ ഒളിപ്പിച്ച 20 ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെത്തിയത് ഡാഷിൽ ഒളിപ്പിച്ചിരുന്ന .22 റൈഫിളും വെട്ടുകത്തിയും കണ്ടെടുത്തു. സോ അത് കാരണം തന്നെ ഞാൻ ആ ഒരു ആസ്പെക്റ്റിൽ എടുത്തിട്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞാല് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ഒരു സർക്കാസ്റ്റിക് നരേഷൻ ആണ്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു. ഇതിനൊക്കെ തൂക്കി പിടിച്ച് പറഞ്ഞു നടക്കുന്നവന്മാരാണ് ആദ്യം പിടിച്ച് തല്ലേണ്ടത്. ഈ മൂടേഷണ്ണൻ ഉണ്ടല്ലോ, ഇപ്പൊ പറയണൻ ഇപ്പൊ ജയിലേഷ് എനിക്ക് എന്തിന്റെ കേടാണ്. ഇതിനൊക്കെ പണ്ടേ കണ്ടാ അറിഞ്ഞൂല. അവൻ മുടിയും വളർത്തി കണ്ടില്ല, കളറും അടിച്ച് താടിയും വളർത്തി നടക്കുന്നത്. ഇതൊക്കെയാണ് എന്നോട് പറഞ്ഞത്. മുടിയൊക്കെ വെട്ടി മയ്യാതൊക്കെ ആ താടിയൊക്കെ പഠിച്ച് നടക്കാൻ നീ ഇതേപോലെ കേസിന് പൊതിക്കൊണ്ടു. എന്ത് കാര്യത്തിന് ആ കണ്ടാകാനാണ് എന്ത് തേങ്ങ കൊള്ളാം. അറസ്റ്റ് ചെയ്തോ ഇത് കള്ളക്കല്ല, ഞാൻ വിശ്വസിക്കൂല. ഞങ്ങൾ കാരണം കത്തിക്കും. ജസ്റ്റിസ് നോക്കി ഞങ്ങൾ കാരണം കത്തിക്കും. ഞങ്ങൾക്ക് പറ്റില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ അച്ഛൻ ഞാൻ പോട്ടെ. അയ്യോ അയ്യോ ഇപ്പത്തെ ഒരു സമൂഹത്തിന്റെ ഒരു കാര്യം ആരെ ഫോളോ ചെയ്യണ്ട ആരെ ഫോളോ ചെയ്യേണ്ടതൊന്നും അറിഞ്ഞൂടാ. അതൊരു സർക്കാസ്റ്റിക് നരേഷൻ ആണ്. പിന്നെ എന്നെ വന്ന് കുടയ്ക്കും എന്ന് പറഞ്ഞവന്മാർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഓക്കെ, നീയൊക്കെ എന്തിനാണോ കിടന്ന് ഓൺലൈനിൽ കിടന്ന് വാങ്ങിക്കണേ? ഓക്കെ, കൊണാന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താണ് ഇപ്പൊ ഒരു ഹോണ്ട സിറ്റി അല്ലല്ലോ, ഹുണ്ടായുടെ ഒരു ഇലക്ട്രിക് കാറാണ്. ഈ അത് പറഞ്ഞിട്ട് ബാഡ് വേർഡ് ആണെന്ന് പറഞ്ഞിട്ട് പറയരുതാനും. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന കുറെ ചുണ്ണി വ്ളോഗ്സ് ഉണ്ടാവും. പക്ഷെ ഞാൻ അതിൽ കൂടൂല. എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാനും തിരിച്ച് നല്ലത് പറയും. അല്ല, തിരിച്ച് പറയുന്നുണ്ട്, ഇപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇമാതിരി വിക്കിത്തക്കിന്റെ കമന്റ് ആക്ച്വലി എനിക്ക് നല്ല റെസ്പെക്ട് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് വിക്കിത്തക്ക്. ആളുടെ കണ്ടന്റ്സ് ഒക്കെ ആക്ച്വലി നല്ല എന്റർടൈനിങ്. ആ ഒരു വീഡിയോയില് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഒരു ക്രിയേറ്റീവ് ആയ രീതിയിൽ ഞാൻ നരേറ്റ് ചെയ്തത് ഇവന്മാർക്ക് മനസ്സിലാക്കാനുള്ള മിനിമം വിവരം പോലും ഇല്ല എന്നുള്ളത് എന്തൊരു മണ്ടത്തര അവസ്ഥയാണ്. നോക്കുക, ഇതൊരു വിവരം കേട്ട അവസ്ഥയാണ് അല്ലേ. മണ്ടന്മാരെന്നൊന്നും പറഞ്ഞ പോലെ പട്ടിത്തീട്ടങ്ങള്. യെസ് അല്ലേ? ഓക്കെ.